ഡൽഹി വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോയേഴ്സ് ഫെറ്റർനിറ്റി റാലി നടത്തി. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹി ജന്തർ മന്ദിറിലും രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പൊന്നാനി ലോയേഴ്സ് ഫ്രട്ടേണിറ്റിയുടെ ഐക്യദാർഢ്യം. CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോയേഴ്സ് ഫ്രട്ടേണിറ്റി പൊന്നാനി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ അഡ്വക്കേറ്റ് കവിത ശങ്കർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അഭിഭാഷകരായ അബ്ദുൽ ജബ്ബാർ, നിയാസ് മുഹമ്മദ്, PN സുജീർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് നൌഷാദ്, നിഖിൽ, സുജിത, സുധീർ, ഷഹലാൽ എന്നിവർ നേതൃത്വം നൽകി. CJP ശക്തമായ സമരം ഡൽഹിയിൽ അഴിച്ചുവിട്ടപ്പോൾ ആ സമരത്തെ ക്രൂരമായി അടിച്ചമർത്തിയ മോദി ഗവൺമെന്റിനെതിരെ, ആ വിദ്യാർത്ഥികളെ കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെ ഈ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു നേതൃത്വവും ഇല്ലാതെ തന്നെ ഒരു യുവത്വത്തിൻ്റെ കൂട്ടായ്മ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ശുഭപ്രതീക്ഷയാണ്. അത്തരമൊരു സമരത്തിന് പിന്തുണ കൊടുക്കേണ്ടത് അഭിഭാഷക സമൂഹത്തിൻ്റെ കടമയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ എല്ലാ പരീക്ഷാ സംവിധാനങ്ങളും വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ട സംഗതി നീറ്റ് എക്സാം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് അവരൊക്കെ പ്രിപ്പയർ ചെയ്ത് കാലങ്ങളോളം എടുത്ത് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഈ എക്സാമിൻ്റെ ചോദ്യപേപ്പർ ഇതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ അവൈലബിൾ ആയിരുന്നു എന്നുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ അതൊക്കെ വിജയം കണ്ടിട്ടേ ഈ രാജ്യത്ത് മടങ്ങിയിട്ടുള്ളൂ. തീർച്ചയായും ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുക എന്നുള്ളത് ഓരോ അഡ്വക്കേറ്റിൻ്റെയും ഓരോ അഭിഭാഷകൻ്റെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൊന്നാനിയിലെ ലോയേഴ്സ് ഫ്രട്ടേണിറ്റി ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുന്നത്.